യേശുവിൽ പ്രിയപ്പെട്ടവരെ, ധനികനായ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടു, സംസ്കാര ശുശ്രൂഷ ലഭിച്ചു, പക്ഷെ നരകത്തിലേക്ക് പോയി. ദരിദ്രനായ ലാസർ മരിച്ചു, അദ്ദേഹത്തിന് സംസ്കാര ശുശ്രൂഷയൊന്നും ലഭിച്ചതായി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം മാലാഖമാരെ അദ്ദേഹത്തെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനികൻ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തതായി നാം കാണുന്നില്ല. ചെയ്യേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ല. പടിവാതിൽക്ക് കിടന്ന ലാസറിനെ ലാസറായിട്ട് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പട്ടിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. എന്നാൽ ലാസർ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ദൂരെ ഇരിക്കുന്ന ലാസറിനെ കാണാൻ സാധിച്ചു. അടുത്ത് കിടക്കുന്ന സഹോദരനെ കാണാനാവാതെ മഹത്വത്തിലുള്ളവരെ കാണുമ്പോൾ തെറ്റ് സംഭവിക്കുകയാണ്. പിന്നെ മോശയും പ്രവാചകന്മാരും അടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ അയാൾ സമയം കണ്ടെത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ വേദനയിൽ, അസ്വസ്ഥതയിൽ, ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ അവരെ ഒന്ന് കാണാൻ, തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. അവർ സുഖമായിട്ടിരിക്കുമ്പോഴും മഹത്വത്തിലിരിക്കുമ്പോഴും മാത്രമല്ല, അല്ലാത്തപ്പോഴും വചനമനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തയ്യാറാകാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.